കളി കഴിഞ്ഞ് കളിയിൽ തോറ്റതിന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാനിടയായി. അതിൻ്റെ അടിയിലൊക്കെ ഓരോരുത്തർ ഇതൊരു തരം ഭ്രാന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു. ആദ്യം ആ സങ്കടം അവൻ്റെ ഒന്ന് കാണാം. എന്നോട് ഞാൻ ആദ്യം പറഞ്ഞു പന്തൽ കാണാതെ നിൽക്കണ്ടെന്ന്. പുറത്തതിനത് എല്ലാവർക്കും ജയിക്കണ്ടേ? ഓർക്കൊരു കൂട്ടർക്ക് മാത്രം ജയിച്ചാൽ മതിയോ? ഓര് മറ്റോരും എന്തോരം പ്രതീക്ഷിച്ച് കളിക്കണം. അപ്പൊ രണ്ടു കൂട്ടർക്കും വേണ്ടേ? ബ്രസീൽ തോറ്റതിൻ്റെ സങ്കടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ കരച്ചിലിൽ ഞാൻ എന്നെ ഓർത്തുപോയി. സംഗതി എന്തെന്നറിയോ, പണ്ട് ഇതുപോലെ ഈ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ മത്സരിക്കുമ്പോൾ, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരിക്കുമ്പോൾ, അന്ന് 4ലും 5ലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോൾ അത്രമേൽ വികാരത്തോടെ ഭ്രാന്തോടുകൂടി എവിടെയെങ്കിലുമൊക്കെ പോയി നടന്ന് കളി കണ്ട് ഇതുപോലെ തോറ്റു കഴിയുമ്പോൾ വന്നിരുന്ന് കരയുമ്പോൾ എന്നെ ഉമ്മ ആശ്വസിപ്പിക്കുമായിരുന്നു. ആ ഓർമ്മകൾ അവൻ്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഓർത്തുപോയി. എനിക്കത് ഭ്രാന്തായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അതിനെ അങ്ങനെ ഭ്രാന്തായിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്. ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ അവൻ്റെ നിഷ്കളങ്കമായ ഒരു ആഗ്രഹത്തിൻ്റെ പ്രശ്നമാണ്. ആ ആഗ്രഹം, ആ നിഷ്കളങ്കത അവനിൽ ഒരുപാട് നന്മയുണ്ടാക്കും. ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളിൽ അവൻ ഇതുപോലെ തന്നെ ഒരു നിഷ്കളങ്കമായ വികാരത്തിന് പരിഗണന നൽകും. മറ്റു പലരുമൊക്കെ ഒരുപാട് കൃത്രിമത്വവും, നമുക്കൊന്നും ബാധിക്കാത്ത ചില മനുഷ്യരുണ്ടല്ലോ. ചിലർ പറയും അത് ഭയങ്കര കൂളാണ്, കംഫർട്ടബിളാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല. മനുഷ്യർക്ക് വിഷമം തോന്നണം, സങ്കടം തോന്നണം, നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ സംഭവിക്കാതെ വരുമ്പോൾ സങ്കടം തോന്നണം, നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണ് നിറയണം, നമുക്ക് കരച്ചിൽ വരണം. ഇതൊക്കെയും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഒന്നും നമ്മളങ്ങ് അവഗണിച്ച് ഇതൊന്നും പ്രസക്തമല്ല, ഇതിനൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കുന്നതും പറയുന്നതും ശരിയല്ല. അതുകൊണ്ട് അവൻ്റെ ആത്മാർത്ഥത നാളുകളിൽ അവൻ്റെ ജീവിതത്തിന് നന്മ വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ തോറ്റുപോയതിനൊന്നും പറയാനില്ല. ആ തോൽവിയുടെ സങ്കടവും ദുഃഖവും ഒക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടവരാണ്. അങ്ങനെ കൂടി അനുഭവിച്ച് വളരുന്നത് തന്നെയാണ് നന്നാവുക.